ഹായ്, വെൽക്കം ടു കൂൾ ഫാക്ട്സ് ആൻഡ് ഫൺ. ഇന്ന് നമുക്ക് ഒരു റിയൽ ലൈഫ് ക്രൈം ത്രില്ലർ സ്റ്റോറി ആയാലോ? അപ്പോൾ തുടങ്ങാം. നഗരത്തിൽ നിന്ന് അല്പം മാറി വളരെ ശാന്തമായ മനോഹരമായ പൈൻ ഹിൽ. അവിടെ താമസിക്കുന്നവർ തമ്മിൽ ഒരടുത്ത സ്നേഹബന്ധമായിരുന്നു. അവിടെയായിരുന്നു ഡാനിയൽ ഗാർണറും അദ്ദേഹത്തിന്റെ ഭാര്യ ലിൻഡ ഗാർണറും താമസിച്ചിരുന്നത്. ഡാനിയൽ നല്ല പേരുകെട്ട ആർക്കിടെക്റ്റ് ആയിരുന്നു. ലിൻഡ 3rd ഗ്രേഡ് സ്കൂൾ ടീച്ചറും. വിവാഹം കഴിഞ്ഞ് 10 വർഷമായി വളരെ സന്തോഷമായി കഴിഞ്ഞിരുന്ന കുടുംബം. അവരുടെ സുഹൃത്തുക്കളായി അതേ കമ്മ്യൂണിറ്റിയിൽ തന്നെ താമസിച്ചിരുന്ന ദമ്പതികളായിരുന്നു മാർക്ക് ജോൺസണും ജെന്നിഫർ ജോൺസണും. മാർക്ക് നല്ല വിജയിച്ച ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിരുന്നു. 4 പേർക്കും കാഴ്ചയിൽ നല്ല സൗന്ദര്യം. 5 വർഷങ്ങൾ മുൻപായിരുന്നു ജോൺസൺ ദമ്പതികൾ പൈൻ ഹില്ലിലേക്ക് മാറിയത്. പെട്ടെന്ന് തന്നെ ഇവർ തമ്മിലുള്ള സൗഹൃദം വളർന്നു. സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും ഉടലെടുത്ത ബന്ധം. ആഴ്ചാവസാനമുള്ള പാർട്ടികളും ബാർബിക്യുകളും അവരുടെ സൗഹൃദത്തെ ഊട്ടിയുറപ്പിച്ചു. 2 വീടുകളിലും പ്രൈവറ്റ് പാർട്ടികളും സംഘടിപ്പിച്ചു. മാർക്കായിരുന്നു പാർട്ടിക്ക് ജീവൻ നൽകിയത്. വളരെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള അയാളുടെ വ്യക്തിത്വവും ജെന്നിഫറിന്റെ അത്യധികം ആകർഷകമായ പെരുമാറ്റവും സൗന്ദര്യവും അവരുടെ പാർട്ടിയുടെ മാറ്റുകൂട്ടി. അങ്ങനെ ഒരു രാത്രിയിൽ ഗാർണറുടെ വീട്ടിൽ വെച്ചുള്ള പാർട്ടിയിൽ മദ്യലഹരിയിൽ അവർക്കൊരു പുതിയ ചിന്ത വന്നു. വൈഫ് സ്വാപ്പ്, ഒരു കൗതുകത്തിന്റെയും സാഹസത്തിന്റെയും പേരിൽ തുടങ്ങിയ കാര്യം. ആ ബന്ധത്തിനുള്ള പരിമിതികളും നിബന്ധനകളും അവർ പറഞ്ഞുവെച്ചു. 2 പേരുടെയും കുടുംബബന്ധത്തെ ബാധിക്കാത്ത രീതിയിൽ വേണമെന്ന ചിന്തയിൽ. 2 കൂട്ടർക്കും സമ്മതം. അവർക്കല്ലാതെ മറ്റാർക്കും അറിയാത്ത ഒരു രഹസ്യമായി അത് അവരുടെ ഇടയിൽ മാത്രം നിന്നു. അങ്ങനെ ആദ്യത്തെ വൈഫ് സ്വാപ്പ് കഴിഞ്ഞു. ഒരു രാത്രി കഴിഞ്ഞു. ഒരല്പം സ്ട്രെയിഞ്ചായി ആദ്യം തോന്നിയെങ്കിലും കുഴപ്പമില്ലാതെ പോയി. പതുക്കെ അവർക്കതിലൊരു ആവേശവും കൗതുകവും കൂടി വന്നു. വല്ലപ്പോഴും മാത്രം ചെയ്യാനിരുന്ന വൈഫ് സ്വാപ്പ് പതുക്കെ ഒരു പതിവ് കാര്യമായി മാറിത്തുടങ്ങി. പാർട്ടികളും ഒരുമിച്ചുള്ള വെക്കേഷൻ ട്രിപ്പുകളും കൂടി. പരസ്പര ബന്ധം ഒന്നുകൂടി ദൃഢമായി തുടങ്ങി. പക്ഷെ കാര്യങ്ങൾ പതുക്കെ കൈവിട്ടു പോയി തുടങ്ങി. പ്രത്യേകിച്ചും ഡാനിയലിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഓരോരോ കാര്യം പറഞ്ഞ് ജെന്നിഫറിന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങിയ അയാൾ. ഡാനിയലിന്റെ ഭാര്യ ലിൻഡയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടെങ്കിലും തുടക്കത്തിൽ അവരത് അത്ര കാര്യമായി എടുത്തില്ല. മാർക്കിന്റെ ശ്രദ്ധയിലും ഇത് വന്നെങ്കിലും തുടക്കത്തിലെയുള്ള ഒരു ആവേശത്തിന്റെ പുറത്തുള്ള സൗഹൃദമെന്ന് അയാളും കരുതി. പതുക്കെ അവർ പൂർവ്വസ്ഥിതിയിൽ എത്തുമെന്നും അയാൾ കരുതി. പക്ഷേ ഡാനിയലിന് ജെന്നിഫറിനോടുള്ള ആകർഷണം അയാളെ വല്ലാത്തൊരു അവസ്ഥയിലെത്തിച്ചു. ഇരിപ്പിലും കിടപ്പിലും നടപ്പിലും ജെന്നിഫറിന്റെ മുഖം മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. ജോലിയിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അവളെ കാണണം, മിണ്ടണം, അവളോടൊത്ത് സമയം ചെലവഴിക്കണം എന്നുള്ള ചിന്ത അയാളെ ചുറ്റി വരിഞ്ഞു. അവളിൽ അയാൾ ഇനി ഒരിക്കലും എഴുന്നേൽക്കാനാകാത്ത വിധത്തിൽ മയങ്ങി വീണുപോയി എന്ന് തന്നെ പറയാം. കരിയറിൽ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്ന ഡാനിയലിന് ജെന്നിഫർ കഴിഞ്ഞയാളുടെ ജീവിതത്തിൽ മറ്റെന്തിനും പ്രാധാന്യമുള്ളൂ എന്നായി. അവളുടെ ഇഷ്ടങ്ങളിലും അനിഷ്ടങ്ങളിലും സ്വഭാവ സവിശേഷതകളിലും കേന്ദ്രീകരിച്ചു മാത്രമായി അയാളുടെ ചിന്തകൾ. ജെന്നിഫറിനെ കൂടുതൽ കാണാൻ വേണ്ടി മാർക്ക് വീട്ടിൽ ചെയ്യാറുള്ള പല പുറംജോലികളും സ്വയം ചെയ്യാൻ അയാൾ സന്നദ്ധനായി. പാർട്ടികൾ ഒന്നുകൂടി എണ്ണം കൂട്ടി. പാർട്ടികളിൽ ജെന്നിഫറിനെ ഇമവെട്ടാതെ നോക്കിയിരിക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ കാര്യങ്ങൾ ഇവിടെ വെച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈവിട്ടു പോകുമെന്ന് ലിൻഡയ്ക്ക് മനസ്സിലായി. അന്ന് പാർട്ടി കഴിഞ്ഞു. അവൾ അയാളോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ തീരുമാനിച്ചു. എന്നാൽ എനിക്ക് അങ്ങനൊന്നും ഇല്ലെന്നും നിനക്ക് അസൂയയാണെന്നും ഡാനിയൽ ഭാര്യയോട് പറഞ്ഞു. ലിൻഡ തങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വരുത്താതിരിക്കാൻ തൽക്കാലത്തേക്ക് അത് വിട്ടുകളഞ്ഞെങ്കിലും ഭർത്താവിനെ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഓരോ പാർട്ടിയിലും ജെന്നിഫർ എന്ന ലഹരി പടർന്നു കയറിയ ഡാനിയൽ ഒരു ഭ്രാന്തനെ പോലെ അവളുടെ കാന്തവലയത്തിൽ പെട്ട് കറങ്ങി. അവളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാതെ അയാൾ പരവശനായി. എന്നാൽ ജെന്നിഫറിന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. ആദ്യമൊക്കെ ഡാനിയലിന് തന്നിലേക്കുള്ള ആകർഷണം അവളെ ഒന്ന് സന്തോഷിപ്പിച്ചെങ്കിലും അയാളുടെ അതിരുവിട്ടുള്ള പല പ്രവൃത്തികളും സംസാരങ്ങളും സ്പർശനങ്ങളും അവളെ അയാളിൽ നിന്ന് അകലം പാലിക്കാൻ പ്രേരിപ്പിച്ചു. ഈ അസ്വസ്ഥത ഒടുവിൽ ജെന്നിഫർ ഭർത്താവ് മാർക്കിനോട് പങ്കുവച്ചു. എന്നാൽ മാർക്ക് ജെന്നിഫറിനോട് നിനക്കത് തോന്നുന്നതായിരിക്കുമെന്നും ഡാനിയൽ സ്നേഹം കുറച്ചുകൂടി പ്രകടിപ്പിക്കുന്ന പ്രകൃതമാണെന്നും അത് ജെന്നിഫർ തെറ്റിദ്ധരിച്ചതാകുമെന്നാണ് പ്രതികരിച്ചത്.
തൻ്റെ ഈ ആശങ്കയിൽ താൻ ഒറ്റപ്പെട്ടതായി ജെന്നിഫറിന് തോന്നി. കാര്യങ്ങൾ ഒന്നുകൂടി തരിടം മറിഞ്ഞത് അവരുടെ ഒരുമിച്ചുള്ള വീക്കെൻഡ് ട്രിപ്പിലാണ്. മാർക്കിനെയും ലിൻഡയെയും ക്യാബിനിലിരുത്തി ജെന്നിഫറിനെ കൂട്ടി ഡാനിയൽ അരുവിക്കരികിലേക്ക് നടന്നു. എന്നാൽ ജെന്നിഫർ അയാളിൽ നിന്നും ഒരകലം പാലിച്ചു നിന്നു. അങ്ങനെയിരിക്കെ ഒരു രാത്രി തീ കാഞ്ഞുകൊണ്ടിരുന്ന സമയം പെട്ടെന്നാണ് ഡാനിയൽ ജെന്നിഫറിനോട് പറഞ്ഞത്, നമുക്കൊരുമിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാം. നിനക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇത് കേട്ട ജെന്നിഫർ വളരെ അസ്വസ്ഥയായി നേരത്തെ തന്നെ കിടക്കാൻ പോയി. എന്നാൽ ഇത് കേട്ടുകൊണ്ട് മറ്റൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു, ലിൻഡ. അവൾ ഭർത്താവിനോട് വീണ്ടും സത്യം അറിയാൻ വേണ്ടി ചോദിച്ചപ്പോൾ അയാൾ പൂർണ്ണമായി തനിക്ക് ജെന്നിഫറിനോടുള്ള പ്രണയം നിഷേധിച്ചില്ല. തൻ്റെ ഭർത്താവിനെ അത്യധികം സ്നേഹിച്ച ലിൻഡയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല. എങ്ങനെയെങ്കിലും തങ്ങളുടെ ദാമ്പത്യം പഴയതുപോലെ ദൃഢമാക്കാൻ അവൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി തന്നാലാവും വിധം പരിശ്രമിക്കാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ ജോൺസൺ കുടുംബവുമായുള്ള തങ്ങളുടെ സൗഹൃദം നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവൾ ആഗ്രഹിച്ചു. ഡാനിയൽ തങ്ങൾ പറഞ്ഞുറപ്പിച്ച ഗെറ്റ് ടുഗദർ സമയത്തല്ലാതെയും ജെന്നിഫറിനെ കണ്ടുമുട്ടാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ യോഗ ക്ലാസ്സിലും ജോലി സ്ഥലത്തുമെല്ലാം അപ്രതീക്ഷിതമായാണ് അയാൾ കടന്നു ചെന്നത്. ജെന്നിഫർ തൻ്റെ ആശങ്ക ഒരടുത്ത സുഹൃത്തുമായി പങ്കുവച്ചു. അവർ അവളോട് ഡാനിയലിൽ നിന്നും എല്ലാവിധത്തിലും അകലാൻ ഉപദേശിച്ചു. ജെന്നിഫർ തങ്ങൾ ഒരുമിച്ച് കൂടാറുള്ള പതിവെല്ലാം അപ്പാടെ നിർത്താൻ തീരുമാനിച്ചു. അവളിൽ ഭയം ഉടലെടുത്തു തുടങ്ങിയിരുന്നു. താൻ കുറച്ചുനാൾ അകലം പാലിക്കുമ്പോൾ ഡാനിയൽ പതിയെ തന്നെ മറന്നുപോകുമെന്നും അങ്ങനെ രണ്ടു കൂട്ടരുടെയും ദാമ്പത്യം തകർന്നു പോകാതെ കാക്കാമെന്നും അവൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഒരു വൈകുന്നേരം മാർക്ക് ബിസിനസ് ട്രിപ്പിൽ പോയിരിക്കെ ഡാനിയൽ ജെന്നിഫറിന്റെ വീട്ടിലെത്തി. ഡാനിയൽ അവിടെ ഒരു സീൻ ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കാതിരിക്കാൻ ജെന്നിഫർ അയാൾക്കായി വാതിൽ തുറന്നു. ഡാനിയൽ വീണ്ടും താനും ജെന്നിഫറും തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് അവളോട് പറഞ്ഞു. എന്നാൽ ജെന്നിഫർ അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വൈഫ് സ്വാപ്പ് വെറും താൽക്കാലികമായുള്ള ഒരു കാര്യമായിരുന്നെന്നും ഇനി അത് ജീവിതം മുഴുവൻ തുടരാൻ താല്പര്യമില്ലെന്നും തുറന്നു പറഞ്ഞെങ്കിലും അയാൾ അത് കൂട്ടാക്കിയില്ല. തൻ്റെ ജീവിതം ഇതുപോലെ ആശങ്ക നിറച്ചതിനും തനിക്ക് ലിൻഡയോടുള്ള സൗഹൃദം തകർത്തതിൻ്റെയും ദേഷ്യത്തിൽ അവസാനം ജെന്നിഫർ പൊട്ടിത്തെറിച്ചു. അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഡാനിയൽ അവളോട് കേണപേക്ഷിച്ചിട്ടും അവൾ ആ ബന്ധം തുടരാൻ സമ്മതിച്ചില്ല. ഇനിയെങ്കിലും അയാൾ നോർമൽ ആകുമെന്ന് അവൾ കരുതി. ജെന്നിഫർ എല്ലാം ലിൻഡയോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. അവൾ വളരെ വ്യസനത്തോടെയാണ് ഇക്കാര്യം ലിൻഡയെ അറിയിച്ചത്. പക്ഷെ ലിൻഡയ്ക്കെല്ലാം അറിയാമായിരുന്നു. ഡാനിയലിനെ മാറ്റാൻ അവൾക്കും സാധിക്കുന്നില്ലായിരുന്നു. എങ്കിലും ജെന്നിഫറിനും തനിക്കും വേണ്ടി അവൾ അയാളോട് സംസാരിക്കാമെന്ന് ലിൻഡ ജെന്നിഫറിന് ഉറപ്പ് നൽകി. ഡാനിയൽ ജെന്നിഫറിന് വീണ്ടും ജോലി സ്ഥലത്തും മെസ്സേജ് വഴിയെല്ലാം വീണ്ടും വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അവളിൽ നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇല്ലാതിരുന്നിട്ടും അയാൾ അവളെ പിന്തുടർന്ന് ഒടുവിൽ തൻ്റെ അവസാന ശ്രമം എന്ന നിലയിൽ ഒരു പാർക്കിൽ വെച്ച് ഡാനിയലിനെ കാണാമെന്ന് അവൾ സമ്മതിച്ചു. അയാളുടെ ചെയ്തികൾ തന്നെ എത്രമാത്രം അലട്ടുന്നുണ്ടെന്ന് ഒന്നുകൂടി അയാളെ പറഞ്ഞു ബോധ്യപ്പെടുത്താമെന്ന് അവൾ കരുതി. അവിടെ വെച്ച് അവളുടെ ഉറച്ച തീരുമാനം അവൾ ഒന്നുകൂടി അയാളോട് പറഞ്ഞു. തങ്ങളുടെ രണ്ടു കൂട്ടരെയും ദാമ്പത്യം തകർക്കരുതെന്ന് അയാളോട് കേണപേക്ഷിച്ചു. എന്നാൽ തൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളെ ഉണർത്തി പിന്നെ വ്രണപ്പെടുത്തി കടന്നു കളയുന്നവൾ എന്നയാൾ അവളെ കുറ്റപ്പെടുത്തി. ജെന്നിഫർ തൻ്റെ ക്രോധം കഴിയുന്നതും പ്രകടിപ്പിക്കാതെ നയപരമായി അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. നീയാണ് ജെന്നിഫർ എൻ്റെ ജീവിതം നശിപ്പിച്ചതെന്ന് അയാൾ ഉറക്കെ വിളിച്ചു കൊണ്ട് ആക്രോശിച്ചു. ഒടുവിൽ കരച്ചിലടക്കാനാകാതെ ജെന്നിഫർ അവിടെ നിന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മൂന്നാമതൊരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ലിൻഡ. അവളുടെ ഹൃദയം പടപടാന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ഈ മീറ്റിംഗ് അനിവാര്യമായിരുന്നെന്ന് അവൾക്കറിയാമായിരുന്നുവെങ്കിലും ഡാനിയേലിന്റെ മുഖത്തെ ക്രോധവും ജെന്നിഫറിന്റെ ദൃഢനിശ്ചയവും കണ്ടപ്പോൾ അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നവൾ ഭയപ്പെട്ടു. അതുവരെ ഒളിച്ചിരുന്ന ലിൻഡ പെട്ടെന്ന് സീനിലേക്ക് കടന്നു വന്നു. വിറച്ച ശബ്ദത്തോടെ അവൾ തന്റെ ഭർത്താവിനെ വിളിച്ചു, ഡാനിയൽ. അപ്രതീക്ഷിതമായി ലിൻഡയെ കണ്ട ഡാനിയൽ ആകെ ആശയക്കുഴപ്പത്തിലായി. ഈ സമയം മുതലെടുത്ത് ജെന്നിഫർ അതിവേഗം നടന്നുപോയി. നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്നവൾ അയാളെ ആശ്വസിപ്പിച്ചെങ്കിലും ഉള്ളിൽ തന്റെ ഭർത്താവിനെ തനിക്ക് എന്നേക്കും നഷ്ടപ്പെടുമോ എന്നവൾ ഭയന്നു. വീട്ടിലെത്തിയ ഡാനിയൽ കൂടുതൽ അസ്വസ്ഥനായി കാണപ്പെട്ടു. ഇനി ഒരിക്കലും തനിക്ക് ജെന്നിഫറിനെ നേടാനാവില്ലെന്ന സത്യം ഉൾക്കൊള്ളാൻ അയാൾക്കായില്ല. ലിൻഡ അയാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഡാനിയൽ ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും വലഞ്ഞു. അയാൾ ജോലിക്ക് തന്നെ പോകാതായി.
ജെന്നിഫർ ഡാനിയലിനെ പൂർണ്ണമായി അവഗണിച്ച് തന്റെ ജോലിക്കാര്യത്തിലും കുടുംബത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. മാർക്കിനോട് പൂർണ്ണമായി എല്ലാ കഥകളും പറയാൻ അവൾ ഭയന്നു. മാർക്ക് തന്നിൽ നിന്ന് അകന്നാലോ എന്നവൾ ഭയപ്പെട്ടു. പക്ഷെ എല്ലാം നന്നായി പരിണമിക്കുമെന്നവൾ പ്രതീക്ഷിച്ചു. ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന ജെന്നിഫറിന് കാണാൻ കഴിഞ്ഞത് തന്റെ വീടിന് പുറത്ത് അവളെ കാത്തു നിൽക്കുന്ന ഡാനിയലിനെയാണ്. ഒന്ന് ഭയന്നെങ്കിലും അയാളെ അഭിമുഖീകരിക്കാൻ അവൾ തയ്യാറായി. എല്ലാ ധൈര്യവും സംഭരിച്ച് അവൾ അയാളോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. എന്നാൽ ഡാനിയൽ അവളോട് വീണ്ടും കേണപേക്ഷിച്ചു. അവളില്ലാതെ അയാൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അയാൾ അവളുടെ കൈ മുറുക്കെ പിടിച്ചു. വേദനിച്ച കൈ കുടഞ്ഞുകൊണ്ട് അയാളോട് അവിടെ നിന്ന് പോകാൻ അവൾ ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു. ഇത് കേട്ട് അയൽവക്കത്തുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കുന്നത് കണ്ട ഡാനിയൽ അവളുടെ കൈവിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അവൾ തന്റെ അയൽവക്കത്തുള്ളവരോട് നന്ദി പറഞ്ഞ് അകത്തേക്ക് കടന്നു. ആശ്വാസത്തിനായി അവൾ ലിൻഡയെ വിളിച്ചു. ജെന്നിഫറിന്റെ ഭയന്ന് വിറച്ച ശബ്ദം കേട്ടിട്ട് ലിൻഡ അവളെ സഹായിക്കാമെന്നേറ്റു. പിറ്റേ ദിവസം ഒരു കഫേയിൽ കണ്ടുമുട്ടാമെന്ന് വാക്കും കൊടുത്തു. പിറ്റേന്ന് ആകെ തളർന്നു വന്ന ജെന്നിഫറിനെ കണ്ട് ലിൻഡ കാര്യങ്ങൾ തിരക്കി. ലിൻഡ ഡാനിയലിനോട് ജെന്നിഫറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് വീണ്ടും നോർമൽ ജീവിതത്തിലേക്ക് വരാൻ ഉപദേശിക്കാമെന്നേറ്റു. വീട്ടിലെത്തിയ ലിൻഡ ആകെ ദേഷ്യപ്പെട്ട് അസ്വസ്ഥനായ ഡാനിയലിനെയാണ് കണ്ടത്. ജെന്നിഫറുമായുള്ള പ്രശ്നത്തെ ലിൻഡ ചോദ്യം ചെയ്തു. ഇത് കേട്ട് അയാളുടെ കോപം ഇരട്ടിയായി. നീയും അവളുടെ സൈഡ് ചേർന്നു, എല്ലാവരും കൂടി എന്നെ ചതിച്ചു എന്നായിരുന്നു അയാളുടെ ഭാഷ്യം. ലിൻഡയ്ക്ക് അയാൾ തന്നെ ഉപദ്രവിക്കുമോ എന്ന ഭയം വന്നു. അത്രയ്ക്കധികം കോപാധിക്യത്തോടെ അവൾ അയാളെ കണ്ടിട്ടില്ലായിരുന്നു. സ്വയരക്ഷയെ കരുതി അവൾ മുറിയിലേക്ക് പോയി. ഭാര്യ കൂടി ആയെന്ന് അറിഞ്ഞതോടെ ഡാനിയൽ അത്യന്തം അസ്വസ്ഥനായി. എല്ലാത്തിനും കാരണം ജെന്നിഫറാണ്, എനിക്ക് കിട്ടാത്ത ജെന്നിഫറിനെ ആർക്കും കിട്ടണ്ട എന്ന ഭ്രാന്തൻ ചിന്ത അയാളിൽ കടന്നുകൂടി. നേരെ ഇരുട്ടിയിട്ടും അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളെ ഇല്ലാതാക്കണം. മാർക്ക് അന്ന് വീട്ടിലില്ല എന്ന് ഡാനിയലിന് അറിയാമായിരുന്നു. അയാൾ നേരെ ജെന്നിഫറിന്റെ വീട്ടിലെത്തി. ജെന്നിഫറിന്റെ വീടിന്റെ ജനൽ പൊട്ടിച്ച് അടുക്കളയിൽ നിന്നുള്ള കറിക്കത്തിയുമായി അയാൾ ഉറങ്ങിക്കിടന്ന ജെന്നിഫറിന്റെ അടുത്തേക്ക് വന്നു. ശബ്ദം കേട്ടുണർന്ന ജെന്നിഫർ കരയാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവളുടെ വായ് പൊത്തി അവളെ നിശബ്ദയാക്കി. അവളുടെ നെഞ്ചിൽ കത്തികൊണ്ട് ആഞ്ഞു കുത്തി അവളെ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി പറഞ്ഞയച്ചു. കൊല കഴിഞ്ഞതിന് ശേഷം അയാൾ നേരെ സ്വന്തം വീട്ടിലെത്തി. കൈകളിൽ ജെന്നിഫറിന്റെ ചോര പുരണ്ടിരുന്നു. അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് വ്യക്തമായി സംസാരിക്കാനാകാതെ താൻ ചെയ്ത പാതകത്തിന്റെ ഷോക്കിൽ നിൽക്കുന്ന ഡാനിയലിനെ കണ്ട് ലിൻഡ ഞെട്ടി. അവൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി. തന്റെ ഉറ്റ സുഹൃത്തിനെ കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞിട്ടും ലിൻഡയ്ക്ക് അപ്പോൾ അവളുടെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണമെന്നാണ് തോന്നിയത്. പെട്ടെന്ന് മനോനില വീണ്ടെടുത്ത ലിൻഡ ഡാനിയലിനോട് വേഗം പോയി കുളിക്കാൻ പറഞ്ഞു. അയാൾ കുളിക്കുമ്പോൾ ലിൻഡ ഡാനിയൽ നടന്നു വന്ന തറയെല്ലാം വൃത്തിയാക്കി അയാളുടെ വസ്ത്രം ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി. ഡാനിയൽ കുളി കഴിഞ്ഞപ്പോൾ അവൾ ഡാനിയലിനൊരു സ്ഥലത്തിരുത്തി എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി ചോദിച്ചറിഞ്ഞു. വിറച്ച ശബ്ദത്തിലാണെങ്കിലും ഒരു വിധത്തിൽ അയാൾ എല്ലാം ലിൻഡയോട് പറഞ്ഞു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ ലിൻഡ പറഞ്ഞു, തെളിവെല്ലാം നശിപ്പിക്കണം. ഈ സമയം ഡാനിയൽ വേറെ സ്ഥലത്തായിരുന്നെന്ന് വരുത്തണം. അവളുടെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു. ഡാനിയൽ ഈ സമയമായി സുഹൃത്തിന്റെ കൂടെയായിരുന്നെന്ന് എന്തെങ്കിലും അന്വേഷണം വന്നാൽ പറയാൻ ഏൽപ്പിച്ചു. എന്നിട്ട് രാത്രി തന്നെ ആൾ താമസമില്ലാത്ത കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് പോയി ഡാനിയലിന്റെ രക്തം പുരണ്ട വസ്ത്രമെല്ലാം കത്തിച്ചു കളഞ്ഞു. പോലീസ് അയൽവക്കത്തുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു. ഡാനിയലിനെയും ലിൻഡയെയും ചോദ്യം ചെയ്തപ്പോൾ ലിൻഡ പറഞ്ഞെന്ന കഥയാണ് രണ്ടുപേരും ആവർത്തിച്ചത്. ഡാനിയൽ തന്റെ ഉൾഭയവും അസ്വസ്ഥതയും പുറത്തു വരാത്ത രീതിയിൽ പെരുമാറി. ലിൻഡ കൂടെ അയാളെ സൈക്കോളജിക്കലി സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അന്വേഷണം തുമ്പൊന്നുമില്ലാതെ കെട്ടടങ്ങിയ രീതിയിലായി. ആദ്യം ഒരു ആശ്വാസം തോന്നിയെങ്കിലും ജെന്നിഫറിന്റെ കൊലപാതകം ഡാനിയലിനെയും ലിൻഡയെയും മാനസികമായി വളരെയധികം തളർത്താൻ തുടങ്ങി. പോലീസ് തന്നെ എപ്പോൾ വേണമെങ്കിലും പിടിക്കാമെന്ന ഭയം ഡാനിയലിനെ കീഴടക്കി. കുടിച്ച് എവിടെയെങ്കിലും വെച്ച് വിളിച്ചു പറഞ്ഞാലോ എന്ന് കരുതി അയാൾ എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിച്ചു. ലിൻഡ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു. ഡാനിയലിനെയും ജെന്നിഫറിന്റെ മരണത്തിൽ ഡാനിയലിനെ ആരും സംശയിക്കാതിരിക്കാൻ മറ്റുള്ളവരുടെ ഇടയിൽ തന്റെ ദുഃഖം പ്രകടിപ്പിക്കാൻ ലിൻഡ ഡാനിയലിനെ പ്രേരിപ്പിച്ചു. അയാൾ ആകും വിധം അങ്ങനെ ശ്രമിക്കുകയും ചെയ്തു. ജെന്നിഫറിന്റെ മരണത്തിൽ ആകെ തകർന്നുപോയ മാർക്കിന് ഡാനിയൽ ഒരാശ്വാസമായി. തന്റെ പ്രിയപ്പെട്ടവളുടെ ഘാതകൻ അയാളാണെന്നറിയാതെ. പക്ഷെ കുറ്റബോധം താങ്ങാനാകാതെ താമസിയാതെ ഡാനിയൽ അധികമായി മദ്യപിക്കാൻ തുടങ്ങി. ലിൻഡ അയാളെ അധികമായി ശ്രദ്ധിക്കാനും തുടങ്ങി. അവരൊളിപ്പിച്ച രഹസ്യം ഡാനിയൽ ഉറക്കെ വിളിച്ചു പറഞ്ഞാലോ എന്നവൾ ഭയപ്പെട്ടു. ഒരു ദിവസം വിസ്കിയെല്ലാം കുടിച്ച് ഉന്മത്തനായ അവസ്ഥയിൽ ഡാനിയൽ ലിൻഡയോട് പറഞ്ഞു, എനിക്കിങ്ങനെ ജീവിക്കാനാകില്ല. കുറ്റബോധം കൊണ്ട് ഞാൻ നീറുകയാണ്.
ഡാനിയലിന്റെ മാനസികാവസ്ഥ കണ്ട് ലിൻഡ പറഞ്ഞു, നമുക്കൊരു ചെറിയ ട്രിപ്പിന് പോകാം. ഡാനിയൽ സമ്മതിച്ചു. അവിടെ വെച്ച് അവൾ ഡാനിയലിനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. അയാളുടെ പെരുമാറ്റത്തിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. തങ്ങളുടെ രഹസ്യം ഇങ്ങനെ തന്നെ വെക്കേണ്ടതിന്റെ ആവശ്യകത അയാളെ പറഞ്ഞു മനസ്സിലാക്കി. മാത്രമല്ല, പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെ ഉത്തരം പറയണമെന്നും അവൾ ഉപദേശിച്ചു കൊടുത്തു. തിരിച്ചു വന്ന അവർ ഒന്നുകൂടി ശാന്തമായ മനസ്സുമായാണ്. എന്നിരുന്നാലും ഡാനിയലിന്റെ സ്വഭാവത്തിൽ കണ്ട മാറ്റങ്ങളെക്കുറിച്ച് അയൽവക്കത്തുകാർ ശ്രദ്ധിച്ചിരുന്നു. അയാളുടെ അധികമായ മദ്യപാനവും പെരുമാറ്റ രീതികളും അവർക്കിടയിൽ ഒരു സംസാര വിഷയമായി മാറിയിരുന്നു. ലിൻഡ അതെല്ലാം മറക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അന്വേഷണം പുരോഗമിച്ചപ്പോൾ പുതിയ തെളിവുകളും ഡാനിയൽ നൽകിയ മൊഴിയിലുള്ള വൈരുദ്ധ്യങ്ങളും വീണ്ടും ഒരു ചോദ്യം ചെയ്യലിന് വഴിയൊരുക്കി. ലിൻഡ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ഇത്തവണ ഒരേ മൊഴിയിൽ ഉറച്ചു നിന്നു. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ലിൻഡയുടെ ഫോൺ റെക്കോർഡിൽ നിന്നും കിട്ടിയ വിശദ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഡാനിയലിനെ വീണ്ടും ചോദ്യം ചെയ്തു. അയാളുടെ ഉൾഭയം പുറമെ വന്നു. ലിൻഡ പറഞ്ഞതെല്ലാം മറന്ന് പരിഭ്രമം മറക്കാനാകാതെ അയാൾ പരുങ്ങി. മാത്രമല്ല, ജെന്നിഫർ കൊല്ലപ്പെട്ട രാത്രിയിൽ ഡാനിയലിന്റെ കാർ അവിടെ കണ്ടതായി ഒരയൽവാസി മൊഴിയും കൊടുത്തിരുന്നു. ഇതെല്ലാം കൂടിയായപ്പോൾ ഡാനിയലിന്റെ വീട് പരിശോധിച്ച പോലീസിനെ ലിൻഡ വീട് എത്ര വൃത്തിയാക്കിയിട്ടും അവിടെ നിന്ന് ജെന്നിഫറിന്റെ രക്തത്തിന്റെ അംശങ്ങൾ കണ്ടെത്തി. ഈ സമയത്തും ലിൻഡയ്ക്ക് രക്ഷപ്പെടാമെന്ന പ്രതീക്ഷയായിരുന്നു. അതിനായി അവൾ പുതിയ കഥ മെനയാൻ ശ്രമിച്ചു. എന്നാൽ എല്ലാ തെളിവുകളും നിരത്തിയാണ് പിന്നീട് പോലീസ് ഡാനിയലിനെ ചോദ്യം ചെയ്തത്. സത്യം പറഞ്ഞാൽ ശിക്ഷയിൽ ഇളവ് കിട്ടുമെന്നും പറഞ്ഞു. കുറ്റബോധം കൊണ്ട് സ്വയബോധം നഷ്ടപ്പെട്ടിരുന്ന അയാൾ പിന്നെ നടന്ന കഥയെല്ലാം പോലീസിനോട് പറഞ്ഞു. കൂട്ടത്തിൽ തന്റെ ഭാര്യ എങ്ങനെ തന്നെ സഹായിച്ചുവെന്നതും വിശദമായി മൊഴി കൊടുത്തു. ലിൻഡയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അവൾ അത് നിഷേധിച്ചെങ്കിലും ഡാനിയൽ എല്ലാം പറഞ്ഞുവെന്ന് തെളിവ് കാണിച്ചപ്പോൾ അവൾക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ രണ്ടുപേരും കുറ്റസമ്മതം നടത്തി. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വിധിയായിരുന്നു അത്. ഡാനിയലിന് പരോളില്ലാതെ ജീവപര്യന്തവും ലിൻഡയ്ക്ക് 15 വർഷത്തെ തടവിനും 10 വർഷങ്ങൾക്ക് ശേഷം പരോൾ കിട്ടുന്നതിനും അനുവാദം ലഭിച്ചു. മാർക്കിന് തൻ്റെ ഭാര്യയെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ട് പിന്നീടുള്ള കാലം ഒരു ഏകാന്ത ജീവിതം നയിക്കേണ്ടി വന്നു. ഇത് കേട്ടിട്ട് നിങ്ങളുടെ കമന്റ് എന്താണെന്ന് താഴെ എഴുതണേ. ഓരോ ക്രൈം ത്രില്ലർ സ്റ്റോറിക്കും ഓരോ മെസ്സേജ് നമ്മളോട് പറയാനുണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഷെയറും ചെയ്യണേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ബൈ.